എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് അതിനേക്കാൾ ഒരു പരിഗണിക്കപ്പെടേണ്ട ഒരാൾ പൊന്നാനിയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ചർച്ചയായത്. TM സിദ്ദീഖിൻ്റെ പേരാണ് അവരൊക്കെ ഉയർത്തി പറഞ്ഞത്. അതൊരു തീരദേശ മേഖലയിലടക്കം അങ്ങനെ ഒരു ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് അർഹതയുള്ളവരുണ്ട്, തുല്യ അർഹതയുള്ളവരുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്ത ഘടകങ്ങളുണ്ട്, വ്യത്യസ്ത മുന്നണിയിലെ തന്നെ വ്യത്യസ്ത പാർട്ടികളുണ്ട്. ഇതെല്ലാം സെറ്റിൽ ചെയ്യപ്പെടാം നോമിനേഷൻ കൊടുക്കുന്ന തീരുമാനത്തിലേക്ക് ഒരു പട്ടിക പ്രഖ്യാപിക്കുമ്പോഴാണ്. നോമിനേഷൻ കൊടുക്കുന്ന ഇതിൽ ഒരു ഫസ്റ്റ് സ്ഥാനാർത്ഥി ഉണ്ടാവും, ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടാവും. ഈ തീരുമാനം വന്നാൽ ആ തീരുമാനം അവിടെ പരിപൂർണമായി. പിന്നെ അതിനകത്ത് വീണ്ടും ആലോചിച്ചിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകണം. പോകുമ്പോൾ ആകെ 6 ദിവസം കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോഴും പഴയ കാലത്തെ കഥ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം, ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നതിന് അതിൻ്റെ മുമ്പുള്ള കാര്യം അന്വേഷിക്കുന്നത് അതിനകത്ത് ഒരു കഴമ്പില്ല, ഒരു താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് അത് നമുക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനങ്ങൾക്ക് ഇപ്പം നമ്മൾ ഒരുമിച്ച് വന്നാൽ ഒരു ബോർഡ് നമുക്ക് വെക്കാം. ഈ ബോർഡ് വെക്കാതിരിക്കാം എന്തെല്ലാം. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് കാണുന്നത് നമുക്ക് അതിനൊക്കെ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, ഒരു മീഡിയ ആക്ടിവിറ്റിയുടെ ഭാഗമായി നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ഈ 2 വർഷം മുമ്പ് സഖാവ് സ്ഥാനാർത്ഥിയാവുന്നതിനും 2 വർഷം മുമ്പ് UDFിൻ്റെ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിരുന്നു. തീരദേശ മേഖലയിലടക്കം വിവിധ ആക്ടിവിറ്റീസ് ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. അത് ഈ തീരദേശ മേഖലയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി വരും? നമ്മളെന്താ പറയുക, ഈ UDFിൻ്റെ സ്ഥാനാർത്ഥിയെയും LDFിൻ്റെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചതേ 2 ആഴ്ച മുമ്പാണ്. പിന്നെ എങ്ങനെ സ്ഥാനാർത്ഥിയാവുന്നത്? ഇവിടെ ഇപ്പോൾ ഞാനടക്കമുള്ള പാർട്ടിക്കാർ പ്രവർത്തിക്കണില്ല എല്ലാ മേഖലയിലും. ഞങ്ങൾ എന്തെല്ലാം സോഷ്യൽ ഓർഗനൈസേഷൻസിൻ്റെ ഭാഗമായി നിൽക്കുന്നു, എന്തെല്ലാം NGOസിൻ്റെ ഭാഗമായി നിൽക്കുന്നു, എത്ര ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നുണ്ട്, എത്ര പാലിയേറ്റീവ് രംഗത്തൊക്കെ നമ്മളൊക്കെ അവിടെ ചെന്ന് അവരെ വിഷയങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് കൊണ്ടുപോവുകയല്ലേ നമ്മൾ നാട്ടുകാരെ ചേർത്തിട്ട്. അതിനുണ്ട് നമ്മളെന്തെങ്കിലും മൂല്യം കാണുന്നുണ്ടോ? നമ്മളുണ്ട്. നമ്മൾ എത്ര ആൾക്കാരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്, ഇത്ര വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇത്ര സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ സഹായത്തിൻ്റെ കണക്ക് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരല്ലല്ലോ നമ്മൾ ആരും തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ 2 ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ വയസ്സ് ആ 2 ആഴ്ച വയസ്സ് തന്നെ ഉള്ളൂ സ്ഥാനാർത്ഥി എന്ന നിലക്ക്. അതുകൊണ്ട് എൻ്റെ വയസ്സും അത്ര തന്നെ ഉള്ളൂ, എല്ലാവരും നോമിനേഷൻ കൊടുത്ത എല്ലാവർക്കും അത്ര തന്നെ ഉള്ളൂ. അതിനകത്ത് ഇവരൊക്കെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കട്ടെ. അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ആരെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടോ? സ്വന്തമായി ചെയ്യാൻ പാടുണ്ടോ? വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റുപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി.